ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പലാഷിന്റെ സവിശേഷതയും പ്രത്യേകതയും വളപ്രയോഗവും അതിന്റെ രോഗകീടബാധകളും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾ പലാശരിയുടെ വ്യാവസായിക വാണിജ്യ ഉപയോഗങ്ങളും അതുപോലെ ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങളും അതിന്റെ പാർശ്വഫലങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുൻപ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ വിശദമാക്കുകയാണ്. ഞങ്ങൾ ചെടികളുടെ ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങൾ പറയുന്നതിന് പലവിധ രോഗങ്ങൾക്ക് വേണ്ടി, രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ബന്ധപ്പെടാറുണ്ട്. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരും തന്നെ ആരോഗ്യ വിദഗ്ധരോ ഡോക്ടേഴ്സോ ഒന്നും തന്നെയല്ല. ഞങ്ങൾ ചെടികളെ കുറിച്ച് പഠിച്ച് അതിന്റെ പരിപാലനവും സവിശേഷതയും വളപ്രയോഗവും പ്രത്യേകതയും ഒക്കെ പഠിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട്. ഇതിന്റെ വാണിജ്യ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷ ഉപയോഗം ഭൂപ്രകൃതിക്ക് കൊടുക്കുന്ന മനോഹാരിത തന്നെയാണ്. ലാൻഡ്സ്കേപ്പുകളിലും പൂന്തോട്ടങ്ങളിലും തണൽ വൃക്ഷമായും അലങ്കാര വൃക്ഷമായും ഇത് വളർത്താം. അധികം ഉയരത്തിലെത്താതെ വൃത്തത്തിൽ വളരുന്ന വലിയ ഇലകളുള്ള തണൽ തരുന്ന മേലാപ്പാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിലും വഴിയരികിലും ഒക്കെ ഇത് ഒരു തണൽ മരമായി വളർത്തുന്നു. കൂടാതെ ഇത് വളരുന്ന പ്രദേശത്തിന് മനോഹരമായ ഇതിന്റെ ഓറഞ്ച് ചുവപ്പ് പൂക്കൾ അലങ്കാരവും നൽകുന്നു. ഈ മരത്തിന്റെ ഇലകളും കായ്കളും കന്നുകാലികൾക്കുള്ള തീറ്റയായി ഉപയോഗിക്കാം. മറ്റൊന്ന്, ഇത് ജൈവ വൈവിധ്യത്തിന് നൽകുന്ന സംഭാവനയാണ്. ഈ വൃക്ഷം വിവിധ പക്ഷികൾക്കും പ്രാണികൾക്കും മറ്റു വന്യജീവികൾക്കും ആവാസ വ്യവസ്ഥയും ഭക്ഷണവും നൽകുന്നു. ഇതിന്റെ മനോഹരമായ പൂക്കൾ തേനീച്ചയെയും മറ്റു ശലഭങ്ങളെയും പോലുള്ള പരാഗണങ്ങളെ ആകർഷിക്കുന്നു. അത് അടുത്തുള്ള സസ്യങ്ങളുടെ പരാഗണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ ഒക്കെ കൊണ്ട് തന്നെ ജൈവ വൈവിധ്യത്തിന് മഹത്തായ സംഭാവനകൾ ഈ ചെടി നൽകുന്നുണ്ട്. ഇതിന്റെ വാണിജ്യപരമായ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ മതപരമായ സാംസ്കാരിക പ്രാധാന്യങ്ങൾക്ക് വളരെ വിലമതിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ഫർണിച്ചർ നിർമ്മിക്കാനുള്ള തടിയായും റെസിൻ, കാലിത്തീറ്റ, മരുന്ന്, ചായം എന്നിവ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഷെല്ലൊക്കെ സൃഷ്ടിക്കുന്ന ലാഗ് ബഗിന്റെ ആവാസ കേന്ദ്രമായി ഈ മരം പ്രവർത്തിക്കുന്നു. ഈ മരത്തിൽ വാസമുറപ്പിക്കുന്ന ലാഗ് ബഗുകൾ ഒരു ഹെക്ടറിൽ മറ്റേതു മരത്തിൽ നിന്നും ലഭിക്കുന്നതിൽ കൂടുതൽ ലാഗ് സ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മരം ബ്യൂട്ടി യാഗം അല്ലെങ്കിൽ ബംഗാൾ കിനോ എന്ന് വിളിക്കുന്ന ഒരു റെസിൻ ഗം ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഒരു പശയായും ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങി ഭക്ഷ്യ വ്യവസായത്തിലെ ഒരു സ്റ്റെബിലൈസർ എന്നിങ്ങനെ പല വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതിന്റെ രേതസ് ഗുണങ്ങൾ കാരണം മയക്കുമരുന്ന് വിദഗ്ധർക്കും ഇതിലടങ്ങിയിരിക്കുന്ന ടാനിൻ കാരണം തുകൽ തൊഴിലാളികൾക്കും ഒരു വിലപ്പെട്ട ഉൽപ്പന്നമാണ്. ഇതിന്റെ ഇലകൾ മഹാരാഷ്ട്ര പോലുള്ള ചില പ്രദേശങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റുകളായി ഉപയോഗിക്കുന്നു. പ്രകൃതിദത്തമായ ഓറഞ്ച് ചുവപ്പ് ചായം ഇതിന്റെ പൂക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. അത് പരമ്പരാഗത തുണിത്തരങ്ങളിലും ഫാബ്രിക് ഡൈയിങ്ങുകളിലും ഉപയോഗിക്കുന്നു. ഈ പ്രകൃതിദത്ത ചായം പരിതസ്ഥിതി സൗഹൃദമാണെന്നുള്ള സവിശേഷത കൂടിയുണ്ട്. ഇതിന്റെ തടി കാർഷികോപകരണങ്ങൾ, വീട്ടിലുള്ള തൂണുകൾ, മറ്റു ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് നല്ല കടുപ്പമുള്ളതും ഈട് നിൽക്കുന്നതും ചിതല് പോലുള്ള കീടങ്ങളെ പ്രതിരോധിക്കുന്നതുമാണ്. ഇതിന്റെ തടിയുടെ കാഠിന്യം കാരണം വിറകായും ഉപയോഗിക്കുന്നു. ഇതിന്റെ വിപുലമായ റൂട്ട് സിസ്റ്റം മണ്ണൊലിപ്പ് തടയാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ ചെരിവുകളിലും ഉറപ്പില്ലാത്ത ഭൂപ്രദേശങ്ങളിലും കർഷകർ മണ്ണൊലിപ്പ് തടയാനായി നട്ടുപിടിപ്പിക്കുന്നു. വിവിധ സാംസ്കാരികവും മതപരമായ ചടങ്ങുകളിലും ഉത്സവങ്ങളിലും ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ ഹോളിയുമായി ഇതിന്റെ പൂക്കൾ സാംസ്കാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വൈവിധ്യമാർന്ന പല റോളുകളും ഇത് നിർവഹിക്കുന്നുണ്ടെങ്കിലും വളരെ വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള ഒരു സസ്യം കൂടിയാണിത്. ഇനി പറയേണ്ടത് ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ്. തുടക്കത്തിലെ പറഞ്ഞു ആരോഗ്യ വിദഗ്ധരല്ലെന്ന്. അത് എടുത്തു പറയാൻ കാരണം മറ്റൊന്നുമല്ല, ചികിത്സാ ആവശ്യത്തിന് വേണ്ടി, അത് ഒരു ഹെർബൽ മെഡിസിൻ ആയാലും അലോപ്പതി മെഡിസിൻ ആയാലും നിങ്ങളുടെ വ്യക്തിഗത ശാരീരിക ഘടന അനുസരിച്ച് മാത്രമേ ചികിത്സ തുടരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു ചെടികളുടെയും ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങൾ പറയുമ്പോൾ അതിന്റെ പാർശ്വഫലങ്ങളും കൂടെ എടുത്തു പറയാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇത് പലാഷ് ചെടിയുടെ ഭക്ഷ്യൌഷധ ഉപയോഗങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പാർശ്വഫലങ്ങളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില യൂട്യൂബ് വീഡിയോകൾ പറയുന്നത് പോലെ ഒരു രോഗത്തിന്റെ ശാശ്വത പരിഹാരമാണ് ഹെർബൽ മെഡിസിൻ അല്ലെങ്കിൽ ഹെർബൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയാൻ ഞങ്ങളുടെ അറിവ് ഞങ്ങളെ സമ്മതിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഏതൊരു ചെടി എടുത്ത് പരിശോധിച്ചാലും അതിന് ഭക്ഷ്യ ഔഷധ ഗുണങ്ങളുണ്ടോ അതിന് പാർശ്വഫലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന ചെടിയുടെ ഇല കഴിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ജ്യൂസ് കഴിച്ചാൽ ഇന്ന രോഗം മാറും എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിന്റെ പൂക്കളാണ് സാധാരണയായി ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങൾക്കായി എടുക്കുന്നത്. അതുകൂടാതെ ഇലകൾ, വിത്തുകൾ, പുറന്തൊലി എന്നിവ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങൾ പരമ്പരാഗത ഔഷധമായി ഉപയോഗിക്കുന്നു.
ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ ഔഷധ ഗുണങ്ങൾ ഉള്ളതായി കരുതപ്പെടുന്ന ഇതിന്റെ പുഷ്പത്തിന്റെ ചായയിൽ നിന്നും ഒരു വേനൽക്കാല പാനീയം നിർമ്മിച്ച് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇതളുകൾ വെള്ളത്തിൽ കുതിർത്താണ് അത് നിർമ്മിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ നിറവും തണുപ്പിക്കൽ ഗുണവുമാണ്. ചില പരമ്പരാഗത സംസ്കാരങ്ങളിൽ ഇതിന്റെ ഇളം കായ്കളും വിത്തുകളും പാചക ആവശ്യത്തിനായി ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നതായി കാണാൻ കഴിഞ്ഞില്ല. ആയുർവേദത്തിൽ ഇത് ത്രിദോഷവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നു. അത് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയാം. ചെന്നൈയിലെ പ്ലാന്റ് അനാട്ടോമി റിസർച്ച് സെന്ററിലെ ടാക്സോണമിസ്റ്റായ പ്രൊഫസർ ടി ജയരാമനാണ് ഇതിന്റെ സസ്യപദാർത്ഥങ്ങളെ വർഗീയപരമായും ആധികാരികമായും പഠന വിധേയമാക്കിയത്. അതിന് അദ്ദേഹം 2012 മാർച്ചിലെ ഒരു വേനൽക്കാലത്ത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പട്ടിക്കാടിനടുത്തുള്ള ഒരു പലാശ വൃക്ഷത്തിൽ നിന്നാണ് അതിരാവിലെ തന്റെ പഠനത്തിന് ആവശ്യമായ പൂക്കൾ ശേഖരിച്ചത്. ആ പൂക്കളുടെ വിശദ രാസഘടനാ പഠനങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ പഠനത്തിൽ വീക്കം, ക്യാൻസർ എന്നിവയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനം, ഇതിന്റെ സത്തിൽ നിന്നുള്ള ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂട്ടുകൾ, ബ്യൂട്ടെയിൻ, ബട്ടറിംഗ് ഐസോബ്യൂട്ടറിൻ, ഐസോക്രോപ്സിൻ എന്നിവയ്ക്ക് കോശജ്വലന ജീൻ എക്സ്പെക്ടേഷനെതിരെ നിരോധന പ്രവർത്തനമുണ്ടെന്നും ഇതിന്റെ പൂക്കളിൽ പ്രോട്ടീൻ ആന്റി ഓക്സിഡന്റ് പ്രവർത്തനമുണ്ടെന്നും ഇതിന്റെ സത്തിലുള്ള ഐസോബ്യൂട്രിൻ, ബാക്ടറിൻ എന്നീ ഫൈറ്റോ കെമിക്കലുകൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി കൺവൾസന്റ് പ്രവർത്തനങ്ങളും ആന്റി ഡയബറ്റിക് ഹൈ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കൂടാതെ ഇതിന്റെ പൊതുവായ പരമ്പരാഗത ഔഷധ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ഇതിന്റെ പൂക്കളിലെയും പുറംതൊലിയും എന്നിവയിൽ നിന്നുള്ള സത്ത് വീക്കം, വേദന എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. സന്ധിവേദന, മറ്റു കോശജ്വലനാവസ്ഥകൾ എന്നിവ ചികിത്സിക്കുന്നതിന് പ്രാദേശികമായി വിവിധ ഔഷധ രൂപത്തിലും കഷായം പോലെയോ കഴിക്കുന്നു. ഇതിന്റെ പുറംതൊലിയിലും വിത്തിലും ആന്റി മൈക്രോബയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ചർമ്മാണുബാധകൾ, മുറിവുകൾ, ഫംഗസ് രോഗങ്ങൾ എന്നിവ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പേസ്റ്റായോ വെള്ളത്തിൽ തിളപ്പിച്ചോ രോഗം ബാധിച്ച ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ വിത്തുകൾ ആന്തൽമെറ്റിക് ഗുണങ്ങളുള്ളവയാണ്. ശരീരത്തിൽ നിന്ന് പരാന്നഭോജികളായ വിരകളെ പുറന്തള്ളാൻ ഇത് സഹായിക്കും. ഇതിന്റെ പൊടി അല്ലെങ്കിൽ പേസ്റ്റ് പരമ്പരാഗതമായി കുടൽ പുഴുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇലകളും പൂക്കളും കൊണ്ട് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ ദഹന രോഗങ്ങൾ ചികിത്സിക്കുകയും ചെയ്യുന്നു. വയറിളക്കം, ഛർദി, മലബന്ധം തുടങ്ങിയ രോഗങ്ങളെ ചികിത്സിക്കാൻ ചായയോ കഷായങ്ങളോ ഉണ്ടാക്കാൻ ഇതിന്റെ ഇലകളും പൂക്കളും ഉപയോഗിച്ചു വരുന്നു. അതുപോലെ ഇതിന് ഹൈപ്പോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട്. കരളിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നതിനും മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ തുടങ്ങിയവ ചികിത്സിക്കുന്നതിനും ഈ സത്ത് ഉപയോഗിക്കുന്നു. ഇതിന്റെ പൂക്കൾക്കും തൊലിക്കും ഡൈയൂറിക് ഗുണങ്ങളുണ്ട്. ഇത് മൂത്ര ഉൽപാദനം വർദ്ധിപ്പിക്കുകയും മൂത്രാശയ രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും. ഇതിന്റെ പൂക്കളിലും ഇലകളിലും ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് വിട്ടുമാറാത്ത രോഗങ്ങൾ തടയാൻ സഹായിക്കും. പരമ്പരാഗതമായി മനുഷ്യനിലെ പ്രത്യുൽപാദന ആരോഗ്യത്തെ സഹായിക്കാൻ ഇത് ഉപയോഗിച്ചു വന്നിരുന്നു. ഇതിന് ലൈംഗിക ഉത്തേജന ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ബലഹീനത പോലുള്ള അവസ്ഥകളെ ചികിത്സിക്കുന്നതിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിന്റെ ഇലയുടെയും പൂക്കളുടെയും സത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് മുൻപ് പറഞ്ഞ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് പ്രമേഹമുള്ള വ്യക്തികൾക്ക് ഗുണം ചെയ്യും. എങ്കിലും ഇതിന്റെ ഫലങ്ങൾ സ്ഥിരീകരിക്കാൻ കൂടുതൽ ക്ലിനിക്കൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഇതിന്റെ പുറന്തൊലിയും പൂക്കളുടെയും എക്സ്ട്രാക്റ്റുകൾ എക്സിമ, സോറിയാസിസ്, മുഖക്കുരു, ചൊറിച്ചിൽ, തൊലിപ്പുറത്തുള്ള വീക്കം എന്നിവ ചികിത്സിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. ബ്രോങ്കൈറ്റിസ്, ആസ്മ, ചുമ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ ചികിത്സിക്കാൻ ഇതിന്റെ പുറന്തൊലിയിൽ നിന്നോ പൂക്കളിൽ നിന്നോ ഉണ്ടാക്കുന്ന കഷായം ഉപയോഗിക്കുന്നു. ഇതിന് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് മുൻപ് പറഞ്ഞ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിനുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ളതാണെങ്കിലും കൂടുതൽ ക്ലിനിക്കൽ പഠനങ്ങൾ ആവശ്യമാണ്. ആയുർവേദത്തിൽ പലാഷ് അല്ലെങ്കിൽ ഠക്ക് എന്നറിയപ്പെടുന്ന ഈ സസ്യം വിവിധ ചികിത്സാ ഗുണങ്ങൾക്കായി പരിഗണിക്കപ്പെടുന്നു. ത്രിദോഷങ്ങളായ വാദം, പിത്തം, കഫം എന്നിവ സന്തുലിതമാക്കാനും ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ആയുർവേദം ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ ഇത് ഔഷധമായി നൽകുന്നു. ഇത് വിഷവസ്തുക്കളെ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിച്ച് മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആയുർവേദം ഇതിനെ ഒരു രസായന സസ്യമായി കണക്കാക്കുന്നു. ഇതിന് ശരീരത്തിലെ കോശങ്ങളെ പുനർജീവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ച് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ആന്തൽമെറ്റിക്, ദഹനാരോഗ്യം, കരളിന്റെ സുരക്ഷ, ആന്റി ഇൻഫ്ലമേറ്ററി, ത്വക്ക് സംരക്ഷണം, മൂത്രാശയ രോഗങ്ങൾ, പ്രത്യുൽപാദനാരോഗ്യം, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹ ചികിത്സ, മുറിവുണക്കൽ ഇവയൊക്കെയും ആയുർവേദവും എടുത്തു പറയുന്നുണ്ട്. ആയുർവേദത്തിൽ ഈ ചെടിയുടെ ചാരത്തിൽ നിന്നുണ്ടാക്കുന്ന പലാഷ് ചാര, പലാഷ് പുഷ്പത്തിൽ നിന്നുണ്ടാക്കുന്ന പൊടി, കഷായങ്ങളും ചായകളും തുടങ്ങി വിവിധ ഔഷധ രീതികളാണ് ഉപയോഗിക്കുന്നത്. പലാഷിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ സാധ്യമായ പാർശ്വഫലങ്ങളെക്കുറിച്ചും മുൻകരുതലിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചെടിയുടെ ഭാഗങ്ങൾ വലിയ അളവിൽ കഴിക്കുന്നത് ഓക്കാനം, ഛർദിൽ എന്നിവയ്ക്ക് കാരണമാകാം.
പ്രത്യേകിച്ച് ഇതിന്റെ വിത്തുകളിലും പുറംതൊലിയിലുമുള്ള ശക്തമായ ശുദ്ധീകരണവും ആന്തൽമെറ്റിക് ഗുണങ്ങളുമാണ് വയറിളക്കത്തിന് ഇടയാക്കുന്നത്. ഇതിന്റെ ഉപയോഗം സെൻസിറ്റീവായ വ്യക്തികളിൽ ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയോ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തേക്കാം. ചിലർക്ക് പൂമ്പൊടിയോ ചെടിയുടെ ചില ഭാഗങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ തുമ്മലോ ചുമയോ പോലുള്ള ശ്വസന അലർജികൾ അനുഭവപ്പെടാം. മതിയായ സുരക്ഷാ വിവരങ്ങളുടെ അഭാവം ഗർഭപിണ്ഡത്തിനോ ശിശുവിനോ ഉണ്ടാകാനുള്ള അപകട സാധ്യത കാരണം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും വ്യക്തമായ മെഡിക്കൽ നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനാൽ പ്രമേഹ രോഗികളിൽ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന രോഗികൾ മെഡിക്കൽ നിർദ്ദേശത്തോടുകൂടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രമേഹം, രക്തസമ്മർദ്ദം, ആന്റി ഓക്കോഗുലന്റുകൾ എന്നിവയുൾപ്പെടെ ചില മരുന്നുകളുമായി ഇത് ഇടപഴകിയേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപേ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ്. ഇതിന്റെ ഉയർന്ന ഡോസുകൾ കഴിക്കുന്നത്, പ്രത്യേകിച്ച് വിത്തുകൾ, വിഷാംശമുള്ളത് കാരണം ദഹനനാളത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതിനാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ നിർദ്ദേശപ്രകാരം മാത്രം അളവ് നിർണ്ണയിക്കുക. പ്രത്യുൽപാദന ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുമ്പോൾ അമിതമായ ഉപയോഗം പ്രത്യുൽപാദനക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ശുപാർശ ചെയ്യുന്ന അളവിൽ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. ഇതിന്റെ നീണ്ടു നിൽക്കുന്ന ഉപയോഗം അല്ലെങ്കിൽ ഉയർന്ന ഡോസ് കരളിന്റെയും വൃക്കയുടെയും പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. കരൾ രോഗവും വൃക്ക രോഗവുമുള്ളവർ ജാഗ്രതയോടെയും മെഡിക്കൽ നിർദ്ദേശപ്രകാരവും ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിന്റെ ഉപയോഗത്തിൽ വിപരീത ഫലങ്ങളോ പാർശ്വഫലങ്ങളോ ഉണ്ടായാൽ ഉപയോഗം നിർത്തുക, ഉടനടി വൈദ്യസഹായം തേടുക. അത് അപകട സാധ്യത കുറയ്ക്കുകയും ഫലപ്രദവും സുരക്ഷിതവുമായ ഉപയോഗം ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്ലാന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ് ഐവി പാരഡൈസിൻ്റെത്. ദിവസവും പുതിയ ധാരാളം പ്രോഡക്റ്റുകളുടെ അപ്ഡേഷനുകൾ നടക്കുന്നുണ്ട്. പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി, അത് എക്സോട്ടിക് ആവട്ടെ, പരമ്പരാഗത മെഡിസിനൽ പ്ലാന്റ് തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള വിവിധങ്ങളായ ചെടികൾ ഞങ്ങൾ ഈ സൈറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ ചെന്നോ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.